മാർവൽ സോംബീസ് എന്ന ആനിമേറ്റഡ് സീരീസിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ മാർവൽ സോംബീസിന്റെ സീസൺ 2-വിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മാർവൽ സോംബീസിന്റെ അവസാനത്തോടെ റീറി വില്യംസ് മരണപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോഴും അവൾ സോംബീസിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സോംബി ആയിട്ട് മാറിയ ക്യാപ്റ്റൻ മാർവലിനോട് 5 വർഷത്തോളം ഇറ്റേണലായ ഇക്കാരിസ് പോരാടുന്നതും അവസാനം രണ്ടുപേരും ഇല്ലാതാകുന്നതും നമ്മൾ കണ്ടു. ഇക്കാരിസിനെ പോലെ മറ്റ് ഇറ്റേണൽസും മാർവൽ സോംബീസ് യൂണിവേഴ്സിൽ ഉണ്ടായിരിക്കാം. ഇറ്റേണൽസിന് സോംബി ഇൻഫെക്ഷൻ ഒന്നും ഏൽക്കത്തില്ല എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും മറ്റ് ഇറ്റേണൽസും മാർവൽ സോംബീസിന്റെ സീസൺ 2-വിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. ബക്കി ബാൻസ് അഥവാ വിന്റർ സോൾജറിനെ നമ്മൾ അവസാനമായിട്ട് കണ്ടത് സോംബി വാണ്ട തന്റെ കെയോസ് മാജിക്കിന്റെ സഹായത്തോടെ ദൂരേക്ക് എവിടേക്കോ വലിച്ചെറിയുന്നതായിട്ടാണ്. ആ സമയത്ത് ബക്കി ബാൻസിന്റെ കയ്യിൽ വൈബ്രേനിയം ഷീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. മാർവൽ സോംബീസ് നടക്കുന്നത് ഇൻഫിനിറ്റി വാറിന്റെ സമയത്തായതുകൊണ്ട് തന്നെ ഗമോറയും താനോസിനെയും അന്വേഷിച്ച് സ്റ്റാർ ലോർഡ് എത്തിയേക്കാം. സ്റ്റാർ ലോർഡ് മാത്രമല്ല മറ്റ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി മെമ്പേഴ്സും എത്തിയേക്കാം. സോംബി വാണ്ടയെ തോൽപ്പിക്കാൻ ഒരാൾക്കേ ഇനി സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റാരുമല്ല, അഗാത്ത ഹാർക്നസ് ആണ്. സോംബി വാണ്ടയെ തോൽപ്പിക്കാനോ ഇല്ലാതാക്കാനോ അഗാത്ത ഹാർക്നസ് തയ്യാറെടുക്കുന്നുണ്ടാകാം.